ഹായ്! ആവർത്തന പഠനം 7-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഓരോ ആവർത്തന പാഠങ്ങളും ഓരോ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പഠിക്കുകയാണ്, എഴുതുകയാണ്, സിനിമ കാണുകയാണ്, ക്ലീൻ ചെയ്യുകയാണ്, പാചകം ചെയ്യുകയാണ് തുടങ്ങിയ രീതിയിലുള്ള വാക്യങ്ങൾ സിംഗുലർ, പ്ലൂറൽ സബ്ജക്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുക എന്ന് നോക്കാം. അവൻ ഓടുകയാണ് അല്ലെങ്കിൽ ഓടുന്നു. He is running. He is running. അവൾ നടക്കുകയല്ല, ഓടുകയാണ്. She is running, not walking. She is running, not walking. സവിത ഗിറ്റാർ വായിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുന്നു. സബിത ഈസ് പ്ലേയിങ് ഗിറ്റാർ. സബിത ഈസ് പ്ലേയിങ് ഗിറ്റാർ. സൂര്യൻ പ്രകാശിക്കുന്നു. The sun is shining. The sun is shining. കുട്ടി പാൽ കുടിക്കുന്നു. The child is drinking milk. The child is drinking milk. അമ്മ തുണികൾ കഴുകുകയാണ് അല്ലെങ്കിൽ കഴുകുന്നു. Mother is washing the clothes. Mother is washing the clothes. മൊബീന അവളുടെ സുഹൃത്തുമായി സംസാരിക്കുകയാണ്. മൊബീന ഈസ് talking with her friend. മൊബീന is talking with her friend. റീന ഫോണിൽ സംസാരിക്കുകയാണ്. റീന is talking on phone. റീന is talking on phone. പട്ടി കുരയ്ക്കുകയാണ്. The dog is barking. The dog is barking. പൂച്ച മരത്തിൽ കയറുന്നു. The cat is climbing on the tree. The cat is climbing on the tree. മിന്നു കളവ് പറയുന്നു, നുണ പറയുന്നു. മിന്നു is telling a lie. മിന്നു is telling a lie. അവളുടെ മരുമകൾ മുറി വൃത്തിയാക്കുന്നു. Her daughter-in-law is cleaning the room. Her daughter-in-law is cleaning the room. അവളുടെ പേരക്കുട്ടി ബെഡിൽ കിടക്കുന്നു. Her grandchild is lying down on the bed. Her grandchild is lying down on the bed. സഫിയ തേങ്ങ ചിരകുകയാണ്. സഫിയ is grating the coconut. സഫിയ is grating the coconut. സഫിയയുടെ ഭർത്താവ് ദുബായിൽ ജോലി ചെയ്യുകയാണ്. സഫിയാസ് husband is working in Dubai. സഫിയാസ് husband is working in Dubai. മേരി ശ്രദ്ധാപൂർവം വണ്ടിയോടിക്കുന്നു. മേരി is driving carefully. മേരി is driving carefully. മോഹൻ
ഡ്രസ്സുകൾ ഇസ്തിരിയിടുന്നു. മോഹൻ ഈസ് അയണിങ് ദ ഡ്രസ്സസ്. മോഹൻ ഈസ് അയണിങ് ദ ഡ്രസ്സസ്. അത് എന്നെ അലോസരപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് അനോയിങ് മീ. ഇറ്റ് ഈസ് അനോയിങ് മീ. പശു പുല്ല് തിന്നുകയാണ്. ദ കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്. ദ കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്. അത് മരത്തിന് താഴെ ഉറങ്ങുകയാണ്. ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ. ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ. ഇവിടെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ പെയ്യുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ. ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ. അമ്മാവൻ അവളെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. Uncle is helping her with her homework. Uncle is helping her with her homework. ഷജീർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഷജീർ is learning to speak English. ഷജീർ is learning to speak English. എൻ്റെ ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നില്ല. My laptop is not working. My laptop is not working. ക്ഷമിക്കണം, റീത്ത വരുന്നില്ല. Sorry, Rita is not coming. Sorry, Rita is not coming. ആര്യ അവളുടെ കസിൻ്റെ കൂടെ ടെന്നീസ് കളിക്കുകയാണ്. ആര്യ ഈസ് പ്ലേയിങ് ടെന്നീസ് വിത്ത് ഹെർ കസിൻ. ആര്യ ഈസ് പ്ലേയിങ് ടെന്നീസ് വിത്ത് ഹെർ കസിൻ. തീർത്ത ഡ്രസ്സ് തയ്ക്കുകയാണ്. തീർത്ത ഈസ് സ്റ്റിച്ചിങ് ഡ്രസ്. തീർത്ത ഈസ് സ്റ്റിച്ചിങ് ഡ്രസ്. ധ്യാൻ അവൻ്റെ സഹോദരിമാരുടെ കൂടെ നീന്തുകയാണ്. ധ്യാൻ ഈസ് സ്വിമ്മിങ് വിത്ത് ഹിസ് സിസ്റ്റേഴ്സ്. ധ്യാൻ ഈസ് സ്വിമ്മിങ് വിത്ത് ഹിസ് സിസ്റ്റേഴ്സ്. അശ്വിക നാടോടി നൃത്തം പരിശീലിക്കുകയാണ്. അശ്വിക ഈസ് പ്രാക്ടീസിങ് ഫോക്ക് ഡാൻസ്. അശ്വിക ഈസ് പ്രാക്ടീസിങ് ഫോക്ക് ഡാൻസ്. ധ്വനി അവളുടെ പാവയോടൊപ്പം കളിക്കുകയാണ്. ധ്വനി ഈസ് പ്ലേയിങ് വിത്ത് ഹെർ ഡോൾ. ധ്വനി ഈസ് പ്ലേയിങ് വിത്ത് ഹെർ ഡോൾ. ഹരിദാസ് ചെടികൾ നനയ്ക്കുകയാണ്. ഹരിദാസ് ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ഹരിദാസ് ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ദീപു മലപ്പുറത്ത് ഒരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയാണ്. ദീപു ഈസ് റണ്ണിങ് എ ബിസിനസ് ഇൻ മലപ്പുറം. ദീപു ഈസ് റണ്ണിങ് എ ബിസിനസ് ഇൻ മലപ്പുറം. വിജേഷ് പത്രം വായിക്കുകയാണ്. വിജേഷ് ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. വിജേഷ് ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഉദാഹരണങ്ങളിലും സിംഗുലർ സബ്ജക്റ്റുകളായിരുന്നു. അവയുടെ പാറ്റേൺ ഒരേ രീതിയിലായിരുന്നു. നോക്കൂ,
സിംഗുലർ സബ്ജക്റ്റ് കഴിഞ്ഞ ഈസ്, പിന്നെ വെർബ് പ്ലസ് ING. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾ വന്നാൽ എന്തായിരിക്കും ഓക്സിലറി വെർബ് എന്നുള്ളതാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഐ എന്ന സബ്ജക്റ്റിന്റെ അർത്ഥം ഞാൻ എന്നാണ്. പക്ഷേ ഞാൻ ഒന്നാണെങ്കിലും ഐ എന്ന വാക്കിന് അല്ലെങ്കിൽ ഞാൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ഭാഷ ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഐ എപ്പോഴും പ്ലൂരലായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ എന്ന സബ്ജക്റ്റിന് മാത്രമായി ഒരു ഓക്സിലറി ഉണ്ട്. അത് ആം ആണ്. ഐയുടെ കൂടെ മാത്രമേ ആം ചേർക്കുകയുള്ളൂ. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ്. ഞാൻ സിനിമ കാണുകയാണ്, പഠിക്കുകയല്ല. ഐ ആം വാച്ചിങ് എ മൂവി, നോട്ട് സ്റ്റഡിയിങ്. ഐ ആം വാച്ചിങ് എ മൂവി, നോട്ട് സ്റ്റഡിയിങ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ് by bus. I am traveling by bus. ഞാനും ഭർത്താവും ഇപ്പോൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്. My husband and I are currently staying at a hotel. My husband and I are currently staying at a hotel. ഞാനും എൻ്റെ കൂട്ടുകാരും ഊട്ടിയിലേക്ക് പോവുകയാണ്. My friends and I are going to Ooty. My friends and I going to Ooty. ഇവിടെ 2 വാക്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? My husband and I. സാധാരണ നമ്മൾ എങ്ങനെയാ പറയുക? ഞാനും എൻ്റെ ഭർത്താവും എന്നാണ്. അതുപോലെ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ, ഇവിടെയും ഞാനും എൻ്റെ കൂട്ടുകാരും എന്നാണ് മലയാളത്തിൽ പറയുക. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് പറയണം? ഐ രണ്ടാമതേ വരാൻ പാടുള്ളൂ. ഓക്കെ. നീ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ്. യു ആർ ലേണിംഗ്. You are learning. അവർ എഴുതുകയാണ്. They are writing. They are writing. ഞങ്ങൾ വായിക്കുകയാണ്. We are reading. We are reading. കുട്ടികൾ മുൻവശത്തെ മുറ്റത്ത് കളിക്കുകയാണ്. Children are playing in the front yard. Children are playing in the front yard. പൂച്ചകൾ ഭക്ഷണം കഴിക്കുകയാണ്. Cats are eating food. Cats are eating food. താറാവുകൾ നീന്തുന്നു അല്ലെങ്കിൽ നീന്തുകയാണ്. Ducks are swimming. Ducks are swimming. കുട്ടികൾ സിനിമ കാണുകയാണ്. Children are watching movie. Children are watching movie.
അമ്മാവനും അമ്മായിയും പോവുകയാണ്. Uncle and aunt are leaving. Uncle and aunt are leaving. ഞങ്ങൾ ചന്തയിൽ പോവുകയാണ്. We are going to the market. We are going to the market. അവന്റെ സഹോദരിമാർ അവിടെ കാത്തിരിക്കുന്നു. His sisters are waiting there. His sisters are waiting there. അവർ വെറുതെ സമയം കളയുകയാണ്. They are wasting time. They are wasting time. ഇപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുന്ന വാക്യങ്ങൾ കണ്ടല്ലോ. ഇതിലെ സ്ട്രക്ചർ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. എന്താണ് അവൻ ചെയ്യുന്നത്? What is he doing? What is he doing? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? What are the children doing? What are the children doing? ആരാണ് പാടുന്നത്? Who is singing? Who is singing? അവൻ ആരുടെ കൂടെയാണ് കളിക്കുന്നത്? Who is he playing with? Who is he playing with? എന്തിനാണ് അവനെ അവർ ചീത്ത പറയുന്നത്, വഴക്ക് പറയുന്നത്? Why are they scolding him? Why are they scolding him? നീ കളിയാക്കുകയാണോ? Are you kidding? Are you kidding? അവൻ തമാശ പറയുകയാണോ? Is he joking? Is he joking? എന്തിനാണ് അവർ കരയുന്നത്? Why are they crying? Why are they crying? എന്തിനാണ് അവർ ഇങ്ങനെ അഭിനയിക്കുന്നത്? Why are they acting like this? Why are they acting like this? അവൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? How is she traveling? How is she traveling? ഏത് ട്രെയിനാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത്? Which train is going to Delhi now? Which train is going to Delhi now? വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുകയാണോ? ശ്രദ്ധിക്കുന്നുണ്ടോ? Are the students listening? Are the students listening? അവൾ ഇപ്പോൾ തിന്നുകയാണോ? കഴിക്കുകയാണോ? Is she eating now? Is she eating now? അവർ ക്രിക്കറ്റ് കളിക്കുകയല്ലേ?
Aren't they playing cricket? Aren't they playing cricket? നീ അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണുകയാണോ? Are you watching movie? Are you watching movie? അവർ എഴുതുകയല്ലേ? Aren't they writing? Aren't they writing? പുറത്ത് മഴ പെയ്യുകയാണോ അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടോ? Is it raining outside? Is it raining outside? ആവർത്തന പഠനത്തിന്റെ 7ാം ഭാഗമായ ഈ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സെന്റൻസുകളാണ്. ഗ്രാമർ അറിയാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലെ ഓരോ വാക്യങ്ങളും പലതവണ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കണം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.